ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നോമ്പിന്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നോമ്പിന്റെ ചിന്താവിഷയമായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ തന്നെ വളരെയധികം വ്യത്യസ്തതകൾ നിറഞ്ഞ ഒരു കഥയാണ് അല്ലെങ്കിൽ ഒരു ഉപമയാണ് ഇതിൽ നമ്മൾ കാണുന്ന ഒരു പ്രമേയം. ദൈവത്തിന്റെ കരുണയെപ്പറ്റിയും ദൈവത്തിന്റെ ഇടപെടലിനെ പറ്റിയും ഒക്കെ പറയുന്ന യേശുക്രിസ്തുവിന്റെ ഒരു ഉപമ, നന്മയെപ്പറ്റി പറയുന്ന യേശുക്രിസ്തുവിന്റെ ഉപമകൾ, സ്നേഹത്തെപ്പറ്റി പറയുന്ന കഥകൾ, ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ബുദ്ധിയെപ്പറ്റി പരാമർശിക്കുന്ന ഒരു ഉപമയാണ്. ബുദ്ധി എന്ന് പറയുന്ന ഘടകം ജീവിതത്തിൽ അത്യന്താപേക്ഷിതം നമുക്ക് വേണ്ട ഒരു ഘടകമാണ്. ബുദ്ധിയാണ് നമ്മുടെ ജീവിതത്തെ ഒരു പരിധിവരെ മുന്നോട്ട് നയിക്കുന്നത്. ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന മനുഷ്യർ ജീവിതത്തിൽ വിജയിക്കുന്നതായി നാം കാണാറുണ്ട്. ക്രിസ്തു ഈ ഉപമയിലൂടെ പറയുന്നതും നാം ബുദ്ധിയുള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ്. 3 ചെറിയ ചിന്തകളിലൂടെ നമുക്ക് ഈ വേദഭാഗത്തിലേക്ക് പ്രവേശിക്കാം. എപ്രകാരമാണ് ബുദ്ധിയോടെ ജീവിക്കാൻ യേശുക്രിസ്തു നമ്മളോട് പറയുന്നത്? ഒന്നാമതായി, ഇവിടെ ഒരു കാര്യവിചാരകന്റെ ജോലി നഷ്ടപ്പെടാൻ പോകുന്ന നിർണായകമായ ഒരു അവസ്ഥ 16-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്നു. അവൻ തന്റെ യജമാനന്റെ സ്വത്തുക്കൾ നാനാവിധമാക്കി എന്ന കുറ്റാരോപണം നേരിടുകയാണ്. 2-ാം വാക്യത്തിൽ കാണുന്നു, അവനോട് യജമാനൻ പറയുന്നു, നീ ഇനി എന്റെ കാര്യവിചാരകനായിരിക്കാൻ യോഗ്യനല്ല. ഇങ്ങനെ ഒരു കുറ്റാരോപണത്തിലേക്ക് വരുന്ന ഒരു കാര്യവിചാരകൻ തന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമ്പോൾ അവൻ എപ്രകാരമാണ് തന്റെ ആത്മവിശ്വാസം കൊണ്ട്, മനധൈര്യം കൊണ്ട് ഇതിനെ നേരിടുക എന്നത്? 3-ാം വാക്യത്തിൽ നാം കാണുന്ന ഒരു കാര്യം, ഞാൻ ഇനി എന്ത് ചെയ്യേണ്ടു, എനിക്ക് ഒന്നും ചെയ്യാനുള്ള കഴിവില്ലല്ലോ എന്ന് പറയുന്ന കാര്യവിചാരകൻ 4-ാം വാക്യത്തിൽ പറയുന്നു, എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിന്റെ, ഒരു മനധൈര്യത്തിന്റെ ഒരു പ്രതീകമായി ഈ കാര്യവിചാരകൻ മാറുകയാണ്. ഇത് വളരെ വലിയൊരു മാറ്റമാണ്. നിലനിൽപ്പിനെ, തന്റെ ജോലി സാധ്യതയെ, തന്റെ ജീവിതത്തിന്റെ ഭാവിയെ തന്നെ ഭീഷണിയിലാക്കുന്ന യജമാനന്റെ തീരുമാനത്തിനെതിരെ അവൻ തന്റെ ബുദ്ധി ഉപയോഗിക്കുന്നത് തന്റെ ആത്മവിശ്വാസത്തിലൂടെയാണ്, മനധൈര്യത്തിലൂടെയാണ്. നമുക്കും ഇപ്രകാരം നമ്മുടെ മനസ്സിന്റെ ധൈര്യം കൈവിടാതെ ജീവിക്കാനായിട്ട്, നമ്മുടെ സാധ്യതകളെ നമുക്ക് വിനിയോഗിക്കുവാനായിട്ട് സാധിക്കുന്നു. രണ്ടാമതായിട്ട് നാം കാണുന്ന ഒരു കാര്യം സമയത്തിന്റെ വിനിയോഗമാണ്. തനിക്ക് ലഭിച്ച ചെറിയ സമയമാണ് കാര്യവിചാരകൻ വളരെ ബുദ്ധിയോടെ ഉപയോഗിച്ചുകൊണ്ട് വിജയത്തിലേക്ക് മുന്നേറുന്നത്. നമുക്കെല്ലാവർക്കും പ്രവർത്തിക്കാൻ ഒരു നിശ്ചിത സമയമുണ്ട്. ഈ സമയത്തിനുള്ളിൽ നമ്മുടെ ബുദ്ധി വിനിയോഗിക്കുകയും വിജയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വിജയത്തിന്റെ ഏറ്റവും വലിയ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. ജനാധിപത്യം ഇന്ന് ഒരു സമയത്തിന്റെ കളിയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഭൂരിപക്ഷം നേടുക എന്നത് മാത്രമല്ല, സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എത്രയും കക്ഷികളെ ഉൾപ്പെടുത്തി ആ ചെറിയ സമയത്തിനുള്ളിൽ ഗവർണറെ കാണുകയും ഭൂരിപക്ഷം തെളിയിക്കുകയും ചെയ്യുക എന്നുള്ള സമയത്തിന്റെ കളിയായി ജനാധിപത്യം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് സമയത്തെപ്പറ്റി വളരെയധികം ചിന്തിക്കേണ്ടതുണ്ട്. സമയത്തെപ്പറ്റി വളരെയധികം ഗൗരവമായി മനസ്സിലാക്കേണ്ടതുണ്ട്. തന്റെ ജോലി പോകാൻ നിൽക്കുന്ന സമയത്ത് ഇനിയും എനിക്ക് മുമ്പിൽ കുറച്ച് സമയമേ ഉള്ളൂ എന്ന ബോധ്യം ഈ കാര്യവിചാരകൻ ഉണ്ടാകുമ്പോഴാണ് കൃത്യസമയത്തിനുള്ളിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്ന ഒരു ഘടകം പ്രവർത്തനത്തിന്റെ രീതിയാണ്. എത്ര ബുദ്ധിപൂർവമാണ് പ്രവർത്തിക്കുന്നത്. വാണിജ്യ ബന്ധങ്ങളെ സൗഹൃദ ബന്ധങ്ങളായി മാറ്റുന്ന ഒരു പ്രവർത്തന രീതി കാണാനായിട്ട് സാധിക്കും. ഇനി എന്റെ യജമാനൻ എന്നെ ചേർത്തില്ലെങ്കിലോ എന്ന ചോദ്യം വരുമ്പോൾ തന്നെ ഇനി എന്റെ യജമാനന്റെ കടക്കാർ എന്നെ ചേർക്കുമായിരിക്കാം എന്ന ഒരു ബുദ്ധിയാണ്. വളരെ മുൻകൂട്ടി കാര്യങ്ങളെ കാണുന്ന ഒരു പ്രവർത്തന രീതി, ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തന്റെ നിലനിൽപ്പിനെ ഭദ്രമാക്കുന്ന, സുരക്ഷിതമാക്കുന്ന ഒരു രീതിയാണ് കാണാൻ സാധിക്കുക. ഒരു ബുദ്ധിയുടെ ഒരു ആത്മീയത നമുക്ക് ഈ ഭൂമിയിൽ കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥന, സമർപ്പണം, ധ്യാനം എന്നിവയോട് കൂടി തന്നെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഈ നോമ്പിൽ മുന്നേറുവാൻ, ഈ നോമ്പിനെ ബുദ്ധിയോടുകൂടി കാണുവാൻ, നമ്മുടെ വിശ്വാസങ്ങളെ ബുദ്ധിയുള്ള വിശ്വാസങ്ങളാക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. അതിന് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം എന്ന് നാം പറയുന്നത് പോലെ സകല സമാധാനത്തെയും കവിയുന്ന ദൈവബുദ്ധിയാൽ നമ്മളെല്ലാവരും നിറയട്ടെ. ഇങ്ങനെ നോമ്പ് വിജയകരമായി പൂർത്തീകരിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധ്യമായി തീരട്ടെ.